മനുഷ്യ വന്യജീവി സംഘർഷം രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് എം പി. ഡൽഹിയിലെ അധികാര കേന്ദ്രീകരണം കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു. മലയാളികൾ കേരളം വിടണമെന്നാണ് ജയറാം രമേശ് ആഗ്രഹിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എം പി കുറ്റപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതലായി വ്യക്തമാക്കിയത് രാജ്യസഭയിൽ? ബൽറാം, കേൾക്കാമോ? അനുജ, രാജ്യസഭയിലെ ശൂന്യവേളയിലാണ് ജോൺ ബ്രിട്ടാസ് എം പി ഈ വിഷയം ഉന്നയിച്ചത്. കേരളത്തിൽ അടക്കമുള്ള രാജ്യത്തെ വിവിധ ഇടങ്ങളിലുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഡൽഹിയിൽ അധികാര കേന്ദ്രീകരണം കാരണം സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്നും കേരളത്തിൽ കർഷകർ മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ പോലും കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹം വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ച ജയറാം രമേശിനെയുമാണ് അദ്ദേഹം വിമർശിച്ചത്. മലയാളികൾ കേരളം വിടണമെന്നാണ് ജയറാം രമേശ് അടക്കമുള്ള ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് എന്നും കാട്ടുപന്നികളും കുരങ്ങന്മാരും ആനകളും കേരളത്തിൽ ജീവിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ സമീപനം എന്നുമാണ് വിമർശനമുണ്ടായത്. വന്യജീവി വിഷയം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വിമർശനം. എന്നാൽ ഇന്ദിരാഗാന്ധിയെ പോലെ സോണിയാഗാന്ധിക്ക് കേരളത്തോട് അത്തരത്തിലുള്ള സമീപനമില്ല എന്ന കാര്യം കൂടി അദ്ദേഹം തൻ്റെ പരാമർശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ സൗത്ത് അവന്യൂവിലെ തൻ്റെ വീട്ടിൽ പോലും കുരങ്ങുകളുടെ ആക്രമണം ഉണ്ടാകുന്നുവെന്നും വി ശിവദാസൻ എം പി 6 തവണയോളം കുരങ്ങുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നും കേരളത്തിൽ 555 പേർ വന്യജീവി ആക്രമണങ്ങളിൽ ഇതുവരെ മരിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരന്തരം അവഗണിക്കപ്പെടുകയാണ് എന്നും ജോൺ ബ്രിട്ടാസ് എം പി ശൂന്യവേളയിൽ രാജ്യസഭയിൽ വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷമാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.